Which one of the following combination represent major protein or protein complex involved in chromatin condensation in yeast and human respectively? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഇതിലേതാണ് മേജർ പ്രോട്ടീൻ ഓർ പ്രോട്ടീൻ കോംപ്ലക്സ് ഇൻവോൾവ് ഇൻ ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ ഇൻ ഈസ്റ്റ് ആൻഡ് ഹ്യൂമൻ. അപ്പോൾ ഈസ്റ്റിലും ഹ്യൂമൻസിലുമുള്ള ക്രൊമാറ്റിൻ കണ്ടൻസേഷൻ ഏതാണെന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് SIR കോംപ്ലക്സും HP1 SIR. അപ്പോൾ ഈസ്റ്റിൻ്റെ കേസിൽ SIR കോംപ്ലക്സും നമ്മളുടെ ഹ്യൂമൻസിൻ്റെ കേസിൽ HP1 SIRുമാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസീസ് ഓഫ് ഫയർ ഇൻ ആൻ ഏരിയ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ. ഒരു ഏരിയയിലുള്ള ഫയറിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? മെഷറിങ് കാർബൺ കണ്ടന്റ് ഓൺ ദ സോയിൽ സർഫസ് ആഫ്റ്റർ ഫയർ. തീ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള മണ്ണിലുള്ള കാർബൺ കണ്ടന്റ് മെഷർ ചെയ്താൽ നമുക്കതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി ഓഫ് ഫയർ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഫൈലോജനി ഓഫ് പ്രിമേറ്റ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രിമേറ്റിന്റെ കറക്റ്റ് ഫൈലോജനി? ഏതാണ്? ലെമേഴ്സ് ആർ മോർ ക്ലോസ്ലി റിലേറ്റഡ് ടു ലോറീസ് ദാൻ ഗിബ്ബോൺസ്. അപ്പോൾ ലെമേഴ്സും ലോറീസുമാണ് കുറച്ചും കൂടി ക്ലോസ്ലി റിലേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ഫോർ ജിയോളജിക്കൽ പീരീഡ്. ഏതൊക്കെയുണ്ട്? ക്വാട്ടർണറി, ക്രിട്ടീഷ്യസ്, ജുറാസിക്, Cambrian. Which one of the following option represent the correct arrangement of this geological period from earliest to recent? അതായത് മുന്നേ തുടങ്ങിയുള്ളത് മുതൽ ഇപ്പം വരെ ഉള്ളത് ഏതാണ്? അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ ക്യാംബ്രിയൻ, പിന്നെ ഏതാണ്? ജുറാസിക്, പിന്നെ ക്രിട്ടീഷ്യസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ അതായത് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളതാണ് ക്വാട്ടർണറി. ഇനി അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് എക്കോസിസ്റ്റം. ഏതൊക്കെയുണ്ട്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഓപ്പൺ ഓഷൻ, ആൽഗൽ ബെഡ്, കോറൽ റീഫ്, മാർഷസ് ആൻഡ് സാൻഡ്. അപ്പോൾ ഇതിൽ ഏതാണ് തന്നിരിക്കുന്നതിൽ ഏതാണ് which one of the following option represent these ecosystem in an increasing order for their contribution to annual world net primary production? അപ്പോൾ ഈ നെറ്റ് പ്രൈമറി പ്രൊഡക്ഷൻ നോക്കുമ്പോൾ കൂടിക്കൂടി വരുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൽഗൽ ബെഡ് ആൻഡ് കോറൽ റീഫ്, അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രൊഡക്ടിവിറ്റി കൂടുതലും മാർഷസും സ്വാംസിനുമാണ്. പിന്നെ ആർക്കാണ്? പിന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഓപ്പൺ ഓഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം ആൽഗൽ ബെഡ് ആൻഡ് കോറൽ റീഫ്, പിന്നെ മാർഷസ് ആൻഡ് സ്വാംസ്, പിന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ഓഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ വുഡ് ബെസ്റ്റ് ക്യാരക്ടറൈസ് ദ ഡൊമിനന്റ് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് എ ടെറിഡോഫൈറ്റ്? ഈ ഒരു ടെറിഡോഫൈറ്റിന്റെ ലൈഫ് സൈക്കിളിന്റെ ഡോമിനന്റ് ഫേസ് കാണിക്കുന്നത് ഏതാണ്? ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആണ്. ഈ ഒരു ടെറിഡോഫൈറ്റിന്റെ ഡോമിനന്റ് ഫേസ് കാണിക്കുന്നത് ഏതാണ്? ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ്. അടുത്തത് മിമിക്രി വെയർ ഡിസെപ്റ്റീവ്നെസ് ഓഫ് ദ മിമിക് സിഗ്നൽ ഈസ് ഹൈ ആൻഡ് ഫിറ്റ്നസ് കോൺസിക്വന്റ് സിഗ്നൽ ടു ദ റിസീവർ ബൈ ദ മിമിക് ഈസ് ഓൾസോ ഹൈ. അതെന്താണ്? ഇതാണ് ബാക്സിയൻ മിമിക്രി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈറ്റോപ്ലാസ്മിക് ഡൊമെയിൻ ഓഫ് ദ റിസപ്റ്റർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ഡസ് നോട്ട് ഫങ്ഷൻ ആസ് തൈറോസിൻ കൈനേസ്. അതായത് ദ സൈറ്റോപ്ലാസ്മിക് ഡൊമെയിൻ ഓഫ് ദ റിസപ്റ്റർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ, ഈ തന്നിരിക്കുന്ന പ്രോട്ടീനുകളിലെ സൈറ്റോപ്ലാസ്മിക് ഡൊമെയിൻ ഇതിലേതാണ് തൈറോസിൻ കൈനേസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ഏഷ്യാലോ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൈഡ്രജൻ ബോണ്ട് ഇൻവോൾവ് ദ ബാക്ക് ബോൺ CO ആൻഡ് NH ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ആൻ ആൽഫ ഹെലിക്സ് കൺസിസ്റ്റ് ഓഫ് 15 അമിനോ ആസിഡ് റെസിഡ്യൂസ്. അപ്പോൾ എന്താണ്? COന്റെയും NHന്റെയും ബാക്ക് ബോണിൽ എത്ര ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്? 11 ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീജിയൻ ഓഫ് ദ ടാർഗറ്റ് ജീൻ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൻ RNA ഇന്റർഫറൻസ് കൺസ്ട്രക്ട് ടു നോക്ക് ഡൗൺ ഇറ്റ്സ് എക്സ്പ്രഷൻ? ഇതിൽ ഉപയോഗിക്കാത്തത് ഏതാണ്? ഇൻട്രോണിക് റീജിയൻ നമ്മൾ ഉപയോഗിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, all of the following statement about bacterial transcription termination are true except ഏതാണ്? NUSA is necessary for intrinsic transcription termination എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
which one of the following statement with respect to development in amphibian is correct? Amphibians development correct statement ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് gastrulation begin with invagination of bottle cell. അപ്പോൾ കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് ബോട്ടിൽ സെല്ലിന്റെ ഇൻവാജിനേഷൻ വഴിയാണ് gastrulation തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് and it is followed by coordinated involution of the mesodermal precursors. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇൻവാജിനേഷൻ ബോട്ടിൽ സെൽസിന്റെ ഇൻവാജിനേഷൻ, പിന്നെ ഒരു ഇൻവല്യൂഷൻ, പിന്നെ എന്താണ്, പിന്നെ പ്രോസ്പെക്റ്റീവ് എക്ടോഡമിന്റെ എപ്പിബോളി. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആംഫിബിയൻ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ബോട്ടിൽ സെൽസിന്റെ ഇൻവാജിനേഷൻ, അത് കഴിഞ്ഞിട്ട് മീസോഡർമൽ പ്രിക്കേഴ്സേഴ്സിന്റെ ഇൻവല്യൂഷൻ നടക്കുന്നുണ്ട്, പ്രോസ്പെക്റ്റീവ് എക്ടോഡമിന്റെ എപ്പിബോളി. അടുത്തത് സം സെൽ പോസസ് പെപ്റ്റൈഡ് വിച്ച് കണ്ടെയ്ൻ ഡി ഫോം ഓഫ് അമിനോ ആസിഡ്. ഹൗ ഡു ദേ അറൈസ്? ചില സെല്ലുകൾക്ക് പെപ്റ്റൈഡുകളുണ്ട്, അതിലെന്തുണ്ട്, ഈ പെപ്റ്റൈഡുകൾക്ക് ഡി ഫോം ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ പെപ്റ്റൈഡ് വിത്ത് ഡി അമിനോ ആസിഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ എ റൈബോസോം. അതായത് ഡി അമിനോ ആസിഡുകളുടെ പെപ്റ്റൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റൈബോസോമിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? അനോവ അലൗ എ പ്ലാന്റ് ബ്രീഡർ ടു ടെസ്റ്റ് വെദർ മെഷർമെന്റ് ഫ്രം 3 or more ട്രീറ്റ്മെന്റ് ഷോ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ്. അപ്പോൾ അനോവ ഉപയോഗിച്ച് പ്ലാന്റ് ബ്രീഡറിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? വെദർ മെഷർമെന്റ് ഫ്രം 3 or more ട്രീറ്റ്മെന്റ് ഷോ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. അപ്പോൾ 3 അതിൽ കൂടുതൽ ട്രീറ്റ്മെന്റിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അനോവ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെന്റ് എ കോമ്പിനേഷൻ ഓഫ് ടേം ദാറ്റ് ആർ മാച്ച്ഡ് ഇൻകറക്ട്ലി? ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണെന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഏതാണ് 5-3 എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി പ്രൂഫ് റീഡിംഗ് പോളിമറൈസ് ഫോർ PCR. അത് തെറ്റാണ്. അടുത്തത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് ദാറ്റ് റിക്വയർ ഫോട്ടോ ആക്ടിവബിൾ പ്രോബ് ടു ഒബ്റ്റെയിൻ സൂപ്പർ റെസൊല്യൂഷൻ ഈസ്. അപ്പോൾ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിന് എന്ത് വേണം? ഫോട്ടോ ആക്ടിവബിൾ പ്രോബുകൾ വേണം. എന്തിനു വേണ്ടിയാണ്? ടു ഒബ്റ്റെയിൻ സൂപ്പർ റെസൊല്യൂഷൻ. അതേതാണ്? ഈസ് ഡി-സ്റ്റോം സ്റ്റോക്കാസ്റ്റിക് ഒപ്റ്റിക്കൽ റീകൺസ്ട്രക്ഷൻ മൈക്രോസ്കോപ്പി. ഡി-സ്റ്റോം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാസ്റ്റിക് ഒപ്റ്റിക്കൽ റീകൺസ്ട്രക്ഷൻ മൈക്രോസ്കോപ്പി ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, in a transplantation experiment the area of presumptive ectoderm from an early frog gastrula was transplanted to a region of the newt gastrula destined to become part of the mouth. The resulting salamander larva had frog-like mouth part instead of balances as observed during development of wild-type newt embryo. ഇതിന്റെ എക്സാമ്പിൾ ആണ് ജനറ്റിക് സ്പെസിഫിസിറ്റി ഓഫ് ഇൻട്രാക്ഷൻ. അടുത്തത്, in eukaryotic cell covalently attached lipid help to anchor some water soluble protein to plasma membrane. One group of cytosolic protein are anchored to the cytosolic face of membrane by a fatty acyl group. These group are generally covalently attached to which amino acid present at the end terminal of polypeptide chain? എവിടെയാണ്? glycine. Which of the following is a causative agent of filariasis? Filariasis ഉണ്ടാക്കുന്നത് ഏതാണ്? ബ്രുഗിയ മലായി ആണ് ഫിലാരിയാസിസ് ഉണ്ടാക്കുന്നത്. അടുത്തത്, എ ഫ്ലൈ വിത്ത് ആപ്രിക്കോട്ട് കളർഡ് ഐ വാസ് ക്രോസ്ഡ് വിത്ത് സെപ്പിയ ഐഡ് ഫ്ലൈ ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഇൻ F1 all flies were wild type. The gene responsible for 2 phenotype were non-allelic. അടുത്തത്, ട്യൂമേഴ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ബൈ. ട്യൂമേഴ്സ് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ദ ടിഷ്യൂ ഓർ സെൽ ഓഫ് ഒറിജിൻ. ടിഷ്യൂവിൻ്റെയും സെൽ ഓഫ് ഒറിജിനെ ബേസ് ചെയ്തിട്ടാണ് ട്യൂമേഴ്സ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അടുത്തത്, ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് റിപ്പയർ ആൻഡ് ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡയറക്റ്റ് റിപ്പയർ റീസ്റ്റോർ ഒറിജിനൽ സ്ട്രക്ചർ ഓഫ് അൾട്ടേർഡ് ന്യൂക്ലിയോടൈഡ് without replacement, while in base excision repair the section of DNA containing distortion is removed, the correct base is added and resealed. അപ്പോൾ ഡയറക്റ്റ് റിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒറിജിനൽ സ്ട്രക്ചറിനെ റീസ്റ്റോർ ചെയ്യും, ഒന്നും റീപ്ലേസ്മെന്റ് ചെയ്യാതെ നേരിട്ട് പോയി ഏതാണോ ഓൾട്ടേർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സ്ട്രക്ചർ അത് റീസ്റ്റോർ ചെയ്യും. പക്ഷേ ബേസ് എക്സിഷൻ റിപ്പയറിൽ ഒരു DNA സെക്ഷൻ എന്ത് ചെയ്യും? ആ തെറ്റായിട്ടിരിക്കുന്ന DNA സെക്ഷൻ റിമൂവ് ചെയ്ത് അടുത്ത കറക്റ്റ് ബേസ് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ബേസ് എക്സിഷൻ റിപ്പയറിൽ ചെയ്യുന്നത്. നേരിട്ട് എന്ന് പറയുമ്പോൾ വേറെ റീപ്ലേസ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, following statement are made about uncompetitive inhibition of an enzyme.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെന്റ് കറക്റ്റ് കോമ്പിനേഷൻ? ബിയും സിയും ആണ് കറക്റ്റ് കോമ്പിനേഷൻ. ബിയും സി എന്താണ്? അഡീഷൻ ഓഫ് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ലോവർ വിമാക്സ് ഓഫ് ദ റിയാക്ഷൻ. അത് നമ്മൾ അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആഡ് ചെയ്താൽ വിമാക്സ് കുറയും. അപ്പാരന്റ് കെ എം ഓഫ് ദ എൻസൈം ഈസ് ലോവേർഡ്. അപ്പോൾ എൻസൈമിന്റെ കെ എം വാല്യൂവും ലോവർ ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Given below are statement on living fossil. Correct statement ഏതാണ്? ലിവിങ് ഫോസിൽ ആർ ഓർഗാനിസം ദാറ്റ് ഹാവ് റിമെയിൻഡ് അൺചേഞ്ച്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ ജീവിക്കുന്നവരാണ് ലിവിങ് ഫോസിൽസ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ഫിൽട്രേഷൻ സ്ലിറ്റ് ഡയഫ്രം? ഫിൽട്രേഷൻ സ്ലിറ്റ് ഡയഫ്രത്തിൽ ഇല്ലാത്തത് ഏതാണ്? പാക്സിലിൻ എന്ന് പറയുന്ന സാധനമാണ് ഇല്ലാത്തത്. നോട്ട് പ്രസന്റ് ഇൻ ഫിൽട്രേഷൻ സ്ലിറ്റ് ഡയഫ്രം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർജീൻ പ്രൊഡക്റ്റ് ഡു നോട്ട് കണ്ടെയ്ൻ NBS LRR ഡൊമൈൻ? ഏതാണ്? MLO പ്രോട്ടീൻ ഓഫ് ബാർലി. MLO പ്രോട്ടീൻ ഓഫ് ബാർലിയിലാണ് എന്തില്ലാത്തത്? NBS LRR ഡൊമൈൻ ഇല്ലാത്തത്. അടുത്തത്, ഡൈറീജൻ പ്രോട്ടീൻ പ്രിഡോമിനന്റ്ലി പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബയോസിന്തസിസ് ഓഫ് ലിഗ്നൻസ്. അപ്പോൾ ഡൈറീജൻ പ്രോട്ടീൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഒരു ലിഗ്നൻ ബയോസിന്തസിസിനാണ് ഡൈറീജൻ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഡ്യൂറിംഗ് നോർമൽ ഡെവലപ്മെന്റ് ഓഫ് സീ അർച്ചിൻ ബീറ്റാ കാറ്റലിൻ അക്യുമുലേറ്റ് പ്രിഡോമിനന്റ്ലി ഇൻ ദ മൈക്രോമിയർ which are fated to become endodome and mesoderm. If GSK3 is blocked in the developing embryo, എന്ത് സംഭവിക്കും? GSK3 ബ്ലോക്ക് ചെയ്താൽ ബീറ്റാ കാറ്റിൻ will accumulate in the nuclei of all blastula cells leading to animal cell getting specified as endoderm and mesoderm. അടുത്തത്, എ ബ്രേക്ക് ത്രൂ ഇൻ ക്യാൻസർ തെറാപ്പി ഈസ് എക്സ്പെക്റ്റഡ് വെയർ T cells are taken from a patient are modified in the laboratory to attack cancer cells before re-infusion in the patient. These T cells are called chimeric antigen receptor T cells. Okay, അപ്പോൾ ഇങ്ങനെയുള്ള T cells ആണ് chimeric antigen receptor T cell. അടുത്തത്, അയൺ സൾഫർ ക്ലസ്റ്റേഴ്സ് ആർ ദ കീ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ദാറ്റ് ക്യാരി ഇലക്ട്രോൺ ഇൻ ഓൾ ഓഫ് ദ ബിലോ എക്സെപ്റ്റ് cytochrome C oxidase. Widal test, a widely used serological test for enteric fever. ഇത് എന്തൊരു സാധനമാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. അടുത്തത്, പ്രോഗ്രഷൻ അക്രോസ് G1 or S boundary followed by entry into S phase is promoted by the activation of which one of the following protein complexes? ഏതാണ്? CDK2 cyclin E. CDK2 or cyclin E. അടുത്തത്, the movement of protein bigger than 50 kilodalton across nuclear envelope require എന്തൊക്കെ വേണം? ഇമ്പോർട്ടിൻ ബീറ്റയും കൂടി വേണം. Which one of the following combination of term is matched incorrectly? ഏതാണ്? പൈറോ സീക്വൻസിങ് പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചർ. അടുത്തത്, which one of the following protein is essential for both the initiation of DNA replication as well as continued advance of the replication fork? ഏതാണ്? CDC45. അടുത്തത്, photochemically generated ATP is consumed in which one of the following phases of Calvin-Benson cycle? ഏതാണ്? Reduction and regeneration. Which one of the following is used in organification of tyrosine residues in thyroglobulin protein during thyroid hormone biosynthesis? Oxidized iodine. Which one of the following gas is present in stratosphere? Stratosphere ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഓസോൺ ആണ്. വാട്ട് ഈസ് ദ പാറ്റേൺ ഓഫ് ക്ലീവേജ് ഓഫ് മാമൽസിൽ ഉള്ളത്? റൊട്ടേഷണൽ ക്ലീവേജ് ആണ്. ഇപ്പോൾ മാമൽസിൽ എന്താണ്? വട്ടം തിരിക്കുന്ന റൊട്ടേഷണൽ ക്ലീവേജ് ആണ് മാമൽസിലുള്ളത്. The dark current in retina is due to, നമ്മുടെ റെറ്റിനയിലുള്ള ഡാർക്ക് കറണ്ട് എന്തുകൊണ്ടാണ്? ഓപ്പണിംഗ് ഓഫ് സോഡിയം ചാനൽസ് ഇൻ ദ ഔട്ടർ സെഗ്മെന്റ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളുടെ റെറ്റിനയിലുള്ള ഡാർക്ക് കറണ്ട് എന്തുകൊണ്ടാണ്? സോഡിയം ചാനൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ്.
അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ആർബിഡോപ്സിസ് എംബ്രിയോജെനസിസ് ഡു ദ വിസിബിൾ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അഡാക്സിയൽ ആൻഡ് അബേസിയൽ ടിഷ്യൂ ഓഫ് ദ കോട്ടിലിഡൻ ബിക്കം ഇനിഷ്യലി അപ്പാരന്റ്? ടോർപിഡോ സ്റ്റേജിലാണ് ഇനിഷ്യലി അപ്പാരന്റ് ആവുന്നത്.